സി അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്, നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല തവണ അല്ലെങ്കിൽ പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഒരു കോമ്പൗണ്ട് സ്റ്റീരിയോ ഐസോമറൈസേഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം? കൈറാൽ സെന്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൈറാൽ കാർബണേറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CO അല്ലെങ്കിൽ CH3, then CH3, and here Br, and here H, and here also Br, and here H. So this compound contain two chiral center. ഇതിനകത്ത് രണ്ട് chiral center ഉണ്ട്. ഒന്നാമത്തെ chiral center ഈ പറയുന്ന കാർബൺ ആണ്, സെക്കൻഡ് chiral center ഈ പറയുന്ന കാർബൺ ആണ്. But this compound is optically inactive. ഇത് optically inactive ആണ് because of the presence of a plane. ഒരു പ്ലെയിൻ ഉണ്ട്, chiral plane ഉണ്ട്. സോ അവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി, ഒരു സിമെട്രി എലമെന്റ് പ്രസന്റ് ആയതുകൊണ്ട് ദിസ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, റൈറ്റ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. എന്നാൽ ഇതിന്റെ തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഫോം ഉണ്ട്, ദാറ്റ് ഈസ് CH3, ദെൻ താഴെ CH3, ദെൻ ഹിയർ Br, റൈറ്റ് സൈഡിൽ Br, ലെഫ്റ്റിൽ H, ദെൻ ഇവിടെ H, ഇവിടെ Br. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എന്താണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് കൈറൽ സെന്റർ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കൈറൽ സെന്റർ. ആൻഡ് ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഒന്നും ഇല്ല, എലമെന്റ് ഓഫ് സിമെട്രീസ് ഒക്കെ ആബ്സെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പൊ ഇത് ഒപ്റ്റിക്കലി എന്താണ്? ആക്റ്റീവ് ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് എന്താണ്? കൈറൽ സെന്റർ ഉണ്ടെങ്കിലും അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവും, ബേസ്ഡ് ഓൺ ദി സിമെട്രി എലമെന്റ്സ് പ്രസന്റ് ഇൻ ഇറ്റ്. അതിനകത്ത് ഏതെങ്കിലും സിമെട്രി എലമെന്റ് അടങ്ങിയിട്ടുണ്ടോ അതനുസരിച്ചിട്ടാണ് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ എനിവേ ഇതൊക്കെ ഇതിന്റെ സ്റ്റീരിയോ ഐസോമറുകളാണ്, ഇതെല്ലാം ഇതിന്റെ സ്റ്റീരിയോ ഐസോമറുകളാണ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സോ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്, നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് തന്നെ വരാം. സ്റ്റീരിയോ ഐസോമേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാം. നമുക്ക് രണ്ട് കേസുകളാണ് ഡിസ്കസ് ചെയ്യാൻ. ഒന്നാമത് കേസ് 1. ഓക്കെ, ഒന്നാമത് കേസ് 1 ശ്രദ്ധിക്കുക. കേസ് 1 പറയുന്നത്, ഓക്കെ, വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കേൾക്കാം സർ. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ കേസ് 1 എന്ന് പറയുന്നത് ദ മോളിക്യൂൾ ഈസ് അൺസിമെട്രിക്കൽ. ദ മോളിക്യൂൾ ഈസ് അൺസിമെട്രിക്കൽ. മോളിക്യൂൾ അൺസിമെട്രിക്കൽ ആയിരിക്കും. Okay, the molecule is unsymmetrical. All the isomers are optically active. എല്ലാ ഐസോമറുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോ എന്താണ്? മോളിക്യൂളിൽ ഒരു സിമെട്രി എലമെന്റ്സും ഇല്ല, അതേപോലെ എല്ലാ ഐസോമറുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പൊ കുറച്ചു മുമ്പ് നമ്മളിവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്ക്. ആ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ മുകളിലുള്ള കാർബൺ ആറ്റവും താഴെയുള്ള എന്താണ് ഗ്രൂപ്പും രണ്ടും സെയിം ആണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ, മുകളിലുള്ള ഗ്രൂപ്പും താഴെയുള്ള ഗ്രൂപ്പുകളും സെയിം ആയി വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സിമെട്രി എലമെന്റ് ഉണ്ടാകുന്നത്. അതേപോലെ ഈ പറയുന്ന ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് സെയിം ആകുമ്പോഴാണ് സിമെട്രി എലമെന്റ് ഉണ്ടാവുന്നത്. നമ്മൾ ഈ കേസ് 1 പറഞ്ഞല്ലോ. കേസ് 1ന്റെ പ്രത്യേകത എന്താണ്? നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ കേസ് 1ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ തന്നിട്ടുള്ളത് എന്താണ്? മോളിക്യൂൾ ഈസ് unsymmetrical and all the isomers are optically active എന്ന് പറയുമ്പോൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ തരാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ, നമ്മളെ എക്സാമ്പിൾ ഇതാണ്. CHO, മുകളിൽ CHO എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, താഴെ CH2OH എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പൊ രണ്ടും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ അപ്പൊ ഇവിടെ OH വന്നിട്ടുണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെയും അതേപോലെ തൊട്ട് രണ്ടാമത്തെ കൈറൽ സെന്ററിൽ OH H ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് സെയിം ഗ്രൂപ്പുകൾ ആണെങ്കിൽ പോലും ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. എന്താ കാരണം? മുകളിൽ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പും താഴെ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ സിമെട്രി എലമെന്റ്സ് ഒന്നും ഇല്ല. സോ ഈ ഒരു മോളിക്യൂളിന്റെ പ്രത്യേകത, ഇനി OH നമ്മൾ തിരിച്ചു മറിച്ചു എങ്ങനെ ഇട്ടാലും ഈ കോമ്പൗണ്ട് ഇതിലുള്ള എല്ലാ ഐസോമറുകളും എന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് മോളിക്യൂൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അൺസിമെട്രിക്കൽ മോളിക്യൂൾ ആൻഡ് ഓൾ ദ ഐസോമേഴ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. എല്ലാ ഐസോമറുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്.
അപ്പൊ ഇതിന്റെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഒപ്റ്റിക്കലി ശ്രദ്ധിക്കുക, ഒപ്റ്റിക്കലി ആക്റ്റീവ് isomers. Optically active isomers is represented by the letter small letter a. അതിനെ നമ്മൾ represent ചെയ്യുന്ന letter small letter a എന്നാണ്. So that can be calculated by using the equation 2 raised to n. 2 raised to n എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2 raised to n എന്നാണ്. സോ വേർ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കൈറൽ സെന്റർ ആണ്. നമ്പർ ഓഫ് chiral center അല്ലെങ്കിൽ chiral carbon, chiral center, number of chiral center, number of chiral center അല്ലെങ്കിൽ chiral carbon. So optically active isomer represent ചെയ്യുന്ന letter A ആണ്, that is 2 raised to n ആണ്. ഇനി optically inactive form ശ്രദ്ധിക്കുക, optically inactive isomer, optically inactive isomer അതിനെ നമ്മൾ മീസോ കോമ്പൗണ്ട് എന്നാണ് പറയാ. represented by the letter small letter m. ഓക്കെ, സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞ ലെറ്ററിനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾ ദ ഐസോമേഴ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞു. എല്ലാവരും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പൊ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും, ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ, ഇപ്പൊ നമ്മൾ ഒന്നാമത്തത് പറഞ്ഞത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിന്റെ എണ്ണം എ equal to 2 raised to n. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഐസോമറിന്റെ എണ്ണം 0 ആയിരിക്കും. ദെൻ ടോട്ടൽ ഐസോമർ അപ്പൊ എത്ര ആയിരിക്കും? ടോട്ടൽ ഐസോമർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ, ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ ഈക്വൽ ടു എന്താണ് വരിക? എ പ്ലസ് എം ആണ് വരിക അല്ലെ. എ പ്ലസ് എം എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോമും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോമും. അത് ഇവിടെ എത്ര തന്നെയാണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോമും 0 ആയതുകൊണ്ട് എന്തെന്നെ വരും? 2 raised to n എന്ന് തന്നെ വരും. കാരണം എമ്മിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. റെഡി ആണല്ലോ. ഇനി നാലാമതായിട്ട് നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റസീമിക് മിക്സ്ചർ ആണ്. ഓക്കെ, റസീമിക് മിക്സ്ചർ ശ്രദ്ധിക്കുക. റസീമിക് മിക്സ്ചർ അല്ലെങ്കിൽ എനാൻഷ്യോമറിക് പെയറിന്റെ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു a by 2 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ എത്ര തന്നിട്ടുള്ളത്? a ഈക്വൽ ടു 2 raised to n ആണ്. സോ 2 raised to n ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to n minus 1. 2 raised to n minus 1. So this is the equation to calculate the enantiomeric pair അല്ലെങ്കിൽ റസീമിക് മിക്സ്ചറിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 raised to n minus 1 ആയിരിക്കും. അല്ലെങ്കിൽ a by 2, a എത്രയാണ് കിട്ടിയുള്ളത്? ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണമാണ്. അപ്പൊ ഇതാണ് നമ്മൾ കേസ് 1. കേസ് 1ന്റെ പ്രത്യേകത, നമുക്ക് ആ മോളിക്യൂൾ കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും? മോളിക്യൂൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇവിടെ എല്ലാ ഐസോമറും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഒരു സിമെട്രി എലിമെന്റും ഇല്ല എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഐസോമേഴ്സ് കണ്ടുപിടിക്കുന്നത്. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് 2 raised to n ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഐസോമർ 0 ആയിരിക്കും. ടോട്ടൽ ഐസോമർ 2 raised to n തന്നെയായിരിക്കും. റസീമിക് മിക്സ്ചർ a by 2 ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ എഴുതിയ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയുള്ള എക്സാമ്പിൾ ഈ കോമ്പൗണ്ടിനെ നോക്കാം. ഈ കോമ്പൗണ്ടിന് തന്നെ എയുടെ വാല്യൂ എന്തായിരിക്കും? വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമർ അല്ലെ. എത്രയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിന്റെ വാല്യൂ? എത്ര ആയിരിക്കും? എ ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 2 raised to n ആണ് അല്ലെ. വാട്ട് ഈസ് എൻ? n എന്ന് പറയുന്ന കൈറൽ സെന്റർ ആണ്. ഇവിടെ കൈറൽ സെന്റർ 1 and 2 അല്ലെ, 2 കൈറൽ സെന്റർ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 2 ഈക്വൽ ടു 4. ഓക്കെ, സോ അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണം 4 ആയിരിക്കും. അടുത്തത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണം മീസോ കോമ്പൗണ്ട് എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് m ഈക്വൽ ടു 0 ആണ്, കാരണം എല്ലാ ഫോമും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ ടോട്ടൽ എത്ര ആയിരിക്കും? ടോട്ടൽ ഈക്വൽ ടു a പ്ലസ് m ആണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ആണ്. സോ അത് എത്ര തന്നെ കിട്ടും? 4 എന്ന് തന്നെ കിട്ടും, കാരണം 4 plus 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 തന്നെ കിട്ടും. ദെൻ എനാൻഷ്യോമറിക് പെയറിന്റെ എണ്ണം, എനാൻഷ്യോമറിക് പെയർ a by 2 ഈക്വൽ ടു എത്ര വരും? a 4 ആണെങ്കിൽ by 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 തന്നെ കിട്ടും. സോ എനാൻഷ്യോമറിക് പെയറിന്റെ എണ്ണം 2 ആയിരിക്കും. സോ അപ്പൊ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോമിന്റെ എണ്ണം 4, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോമിന്റെ എണ്ണം 0 ആണ്. ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിന്റെ എണ്ണം 4 ആണ്. എനാൻഷ്യോമറിക് പെയറിന്റെ എണ്ണം 2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്? ഹലോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഇനി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേസ് 2, അതായത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. കേസ് 2, രണ്ടാമത്തെ കേസ്, ഇഫ് ദ മോളിക്യൂൾ ഇസ് സിമെട്രിക്കൽ.
അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന മോളിക്യൂൾസിൽ സിമെട്രി എലമെന്റ്സ് പ്രസന്റ് ആണെന്ന് വിചാരിക്കാം. ഇഫ് ദ molecule is symmetrical, molecule symmetrical ആണ്. Okay, if the molecule is symmetrical, optically active, symmetrical ആകുമ്പോൾ optically active and inactive, optically active and optically inactive, and optically inactive both are present. Optically active and inactive isomer are present. Isomers are formed. Okay, ഇനി പറയാൻ പോകുന്ന കേസിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം ഉണ്ടാവും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ ഇതാണ്. ദാറ്റ് ഈസ് COOH and COOH. അപ്പൊ മുകളിലുള്ള ഗ്രൂപ്പും താഴെയുള്ള ഗ്രൂപ്പും സെയിം ആണ്. then OH H, then OH H. അപ്പൊ ഈ ഒരു മോളിക്യൂൾ എടുക്കാം. ഈ ഒരു മോളിക്യൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കൈറാൽ സെന്റർ ഉണ്ട് അല്ലെ. ഇതൊരു കൈറാൽ സെന്റർ ആണ്, 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ് അറ്റാച്ച് ചെയ്തല്ലേ. ഇവിടെയും ഒരു കൈറാൽ സെന്റർ ആണ്, 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. ബട്ട് ഇതെന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ആണ്. വൈ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം? ബിക്കോസ് ഓഫ് ദി പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതിനകത്തൊരു പ്ലെയിൻ ഉണ്ട് അല്ലെ, ഒരു സിമെട്രി എലമെന്റ് ഇതിനകത്ത് പ്രസന്റ് ആണ്. എന്നാൽ ഇതിന്റെ തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഫോം ഉണ്ട്. ദാറ്റ് ഈസ് COOH മുകളിൽ എഴുതി, COOH താഴെ എഴുതി. ഒരു OH ഫസ്റ്റത്തെ കൈറൽ സെന്ററിൽ OH റൈറ്റ് സൈഡിൽ കൊടുത്തു, രണ്ടാമത്തെ കൈറൽ കാർബൺ ആറ്റത്തിന്റെ OH ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. ഓക്കെ, അങ്ങനെ OH കോൺഫിഗറേഷൻ മാറുകയാണെങ്കിൽ, ഫസ്റ്റത്തെ കൈറൽ കാർബൺ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ ആനോമർ എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ ത്രയോ എന്നൊക്കെ പറയുന്ന ഐസോമറുകളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എനിവേ ഇത് ഇതിന്റെ ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഫോമും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ 2 കൈറൽ സെന്റർ ഉള്ള ഒരു കാർബൺ, ഒരു എക്സാമ്പിൾ ആണ് എടുത്തത്. 2 കൈറൽ കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റീരിയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കൈറൽ സെന്റർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് അല്ലെ. ഈവൻ നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം, ഓഡ് നമ്പർ ഓഫ് കൈറൽ സെന്റർ ഉള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ COOH, then COOH അല്ലെ. ഇതിനകത്ത് ഞാൻ നോക്കൂ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 കൈറൽ സെന്റർ ഞാൻ വരച്ചിട്ടുണ്ട്. സോ OH, 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 എല്ലാ OH ഒരേ സൈഡ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സിമെട്രിക്കൽ മോളിക്യൂൾ. അതൊരു സിമെട്രിക്കൽ മോളിക്യൂൾ ആണ്. ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഈ നടുവിലത്തെ കൈറാൽ സെന്ററിലൂടെ നമ്മൾ കട്ട് ചെയ്തൊരു പ്ലെയിൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ ഐസോമർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇറ്റ്സ് എൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ്. ഇതിനും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ ഫോം ഉണ്ട്. ദാറ്റ് ഈസ് COOH മുകളിൽ എഴുതി, താഴെ COOH എഴുതി, ദെൻ ഒരു OH മുകളിൽ കൊടുത്തു അല്ലെ, ഒരു OH റൈറ്റ് സൈഡിൽ കൊടുത്തു, രണ്ടാമത്തെ OH ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തു, റൈറ്റ്. എന്നാൽ മൂന്നാമത്തെ OH ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്, OH ലെഫ്റ്റ് കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പോ ഈ ഒരു ഫോമിന് ഒപ്റ്റിക്കലി എന്താണ്? ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. കാരണം ഇതിന്റെ നടുവിലൂടെ നമുക്കൊരു പ്ലെയിൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അഥവാ ഇങ്ങനെ ഒരു പ്ലെയിൻ കൊടുത്താലും അതിന്റെ മുകളിലുള്ള അറേഞ്ച്മെന്റും മുകളിലുള്ള ഹാഫും താഴെയുള്ള ഹാഫും ഈക്വൽ അല്ല. ഓക്കെ, OH ഇവിടെ റൈറ്റ് സൈഡിലാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ ഫോം ആണ്. ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോ നമ്മൾ എഴുതിയ ഈ 2 എക്സാമ്പിളിനും എന്തുണ്ട്? സിമെട്രി എലമെന്റ് ഉണ്ട്. ഇവിടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ ഐസോമർ ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയ ഐസോമർ ഉണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൈറാൽ സെന്റർ ഈവൻ നമ്പർ ഓഫ് കൈറാൽ സെന്റർ ഉള്ള കോമ്പൗണ്ട് ഉണ്ട്, ഓഡ് നമ്പർ ഓഫ് കൈറാൽ സെന്റർ ഉള്ള കോമ്പൗണ്ട് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് രണ്ടിനും 2 രീതിയിലാണ് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമറിസം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇഫ് n ഈക്വൽ ടു ഈവൻ എന്ന് വെച്ചാൽ എന്താണ്? കൈറാൽ സെന്ററിന്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ 2, 4 അങ്ങനെയുള്ള ഇരട്ട സംഖ്യകളാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നു. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകളുടെ എണ്ണം, ഐസോമർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ A. അത് കണ്ടുപിടിക്കുന്നത് 2⁻n−1 എന്ന് പറയുന്ന ഒരു എന്താണ് ഇക്വേഷൻ വെച്ചിട്ടാണ്. വാട്ട് ഈസ് n? n is the number of chiral center. then optically inactive form ഉണ്ട്, optically inactive form, optically inactive isomer that is meso compound കണ്ടുപിടിക്കുന്നത് 2⁻n/2-1 ആണ്. 2⁻n/2-1, right? 2⁻n/2-1 ആണ്.
അപ്പൊ ടോട്ടൽ ഐസോമറിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഐസോമർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഐസോമർ എന്ന് പറഞ്ഞത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ആണ്. ഓക്കെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ആണ്. അപ്പോ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഞാൻ ഇവിടെ മോളിക്യൂള് എഴുതുന്നുണ്ട്. മോളിക്യൂൾ ഇതാണ്, COOH മുകളില്, താഴെയും COOH. റെഡി അല്ലേ? ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു OH, ദെൻ അടുത്തത് റൈറ്റ് സൈഡിൽ OH. അപ്പൊ ഇതിന് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ആണ്. അതേപോലെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം ഇതിന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് താഴെ മുകളിൽ ഒരേപോലത്തെ ഗ്രൂപ്പാണ്. ഇതിന് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഇതിനകത്തുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലായി ഇത് കേസ് 2 ആണെന്ന് മനസ്സിലായി. കേസ് 2 എന്താണ്? സിമെട്രി എലിമെന്റ് ഉണ്ട്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ടത് ഇതിനകത്തിലെ കൈറൽ കാർബൺ എണ്ണി നോക്കണം. 1, 2. അപ്പൊ അത് ഈവൻ നമ്പർ ആണെന്ന് മനസ്സിലായി. ഈവൻ നമ്പർ ആണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം എങ്ങനെ കണ്ടുപിടിക്കും, ഇനാക്റ്റീവ് ഫോം എങ്ങനെ കണ്ടുപിടിക്കും, ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് പോവാം. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം എയുടെ നമ്പർ എത്ര ഉണ്ടാവും നോക്കാം. 2 എന്നിന്റെ വാല്യൂ എത്ര ഞങ്ങൾക്ക് അറിയാം? 1, 2, 2 ആണ് വരും. അപ്പൊ 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ ഐസോമറിന്റെ എണ്ണം 2 ആയിരിക്കും. ഓക്കെ, ദെൻ മീസോ കോമ്പൗണ്ടിന്റെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് എണ്ണം എന്ന് പറയുന്നത് 2n/2 - 1 ആണ്. എന്ന് വെച്ചാൽ 2 - 2/2 - 1. 2/2 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ 1 - 1 എന്ന് പറഞ്ഞാൽ 2/0 ആണ്. 2/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോ മീസോ കോമ്പൗണ്ട് ഉണ്ടായി. ദെൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? A+M ആണെന്ന് അറിയാം അല്ലെ? എയും എമ്മും കണ്ടുപിടിച്ചല്ലോ. അപ്പൊ 2 + 1 = എത്ര വരും? ടോട്ടൽ ഐസോമർ എണ്ണം ഇവിടെ 3 ആണ് വരിക. ഓക്കെ, ടോട്ടൽ ഐസോമർ എണ്ണം ഇവിടെ 3 ആണ് വരിക. അപ്പോ സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കാം. if n = odd number, n = odd number എന്ന് വെച്ചാൽ എന്താണ്? കൈറാൽ സെന്ററിന്റെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പറയാൻ പോകുന്നത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമർ A = കണ്ടുപിടിക്കുന്നത് 2n - 1 - 2n - 1/2. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണം, അതായത് മീസോ കോമ്പൗണ്ടിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് 2n - 1/2. 2n - 1, അതായത് ഇതിലെ രണ്ടാമത്തെ ഫോമാണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ ഐസോമറിന്റെ എണ്ണം, ടോട്ടൽ സ്റ്റീരിയോ ഐസോമറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n - 1 ആണ്. 2n - 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണ്? ഓഡ് നമ്പർ ഓഫ് എന്തായിരിക്കണം? ഓഡ് നമ്പർ ഓഫ് കൈറൽ സെന്റർ ആയിരിക്കണം. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കാം. COOH, then താഴെ COOH. ഓക്കെ, അപ്പൊ മുകളിലും താഴെ സെയിം ആണ്. അതില് ഒറ്റ അല്ലെ, OH റൈറ്റ്. ഇവിടെ എല്ലായിടത്തും നമ്മൾ H കൊടുക്കുന്നു. റൈറ്റ്. അപ്പൊ നമ്മൾ ഈ മോളിക്യൂൾ ആദ്യം നന്നായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. മുകളിലും താഴെയും ഒരേ ഗ്രൂപ്പാണ്, ഇവിടെ എല്ലാ സൈഡിലും ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് ഈ മോളിക്യൂൾ സിമെട്രിക്കൽ ആണ്. ഓക്കെ, സിമെട്രിക്കൽ ആകുന്നത് മാത്രമല്ല, കൈറാൽ സെന്റർ 1, 2, 3 3 കൈറൽ സെന്റർ ഉണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ് മാറ്റി കൊടുത്താൽ നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമർ കിട്ടും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഐസോമർ കിട്ടും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ കേസ് 2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കേസ് 2 തന്നെ 3 കൈറൽ സെന്റർ ഉള്ളത് കൊണ്ട് അത് ഓഡ് നമ്പർ ഓഫ് കൈറൽ സെന്ററിന്റെ എക്സാമ്പിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര ആക്റ്റീവ് ഐസോമർ ഉണ്ടെന്ന് ചോദിച്ചാൽ A = 2 കൈറൽ സെന്ററിന്റെ എണ്ണം എത്രയാ? 1, 2, 3 3 ആണ്. സോ 3 - 1 - 2 3 - 1/2. Okay, so that is equal to 2 - 3 - 1 എന്ന് പറഞ്ഞാൽ 2 - 3 - 1 2 minus 2 - 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2/2. Okay, so that is equal to 2 - 2 എന്ന് പറഞ്ഞാൽ 4. പിന്നെ ഇവിടെ 2/2 എന്ന് പറഞ്ഞാൽ 2 - 1 ആണ്, 2 - 1 എന്ന് പറഞ്ഞാൽ 2. That is equal to
2. 4 minus 2 equal to 2. 4 minus 2 equal to 2. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണം ഇവിടെ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള മീസോ കോമ്പൗണ്ടിന്റെ എണ്ണം എങ്ങനെയാണ് വിളിക്കുക? 2 raised to n minus 1 by 2 ആണ്. സോ 2 raised to n minus 1 by 2 എന്ന ഇക്വേഷൻ എടുത്തു. അതിൽ n-ന്റെ വാല്യൂ 3 ആണ്. സോ 3 minus 1 by 2. സോ 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 raised to 2 by 2 എന്ന് വരും. സോ 2 raised to 2 by 2 ആണ്. 2 raised to 1 ആണ്. 2 raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. സോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണം എത്രയാണ്? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഐസോമറിന്റെ എണ്ണം 2 ആണ്. ആക്റ്റീവ് ആയ ഐസോമറിന്റെ എണ്ണം 2 ആണ്. ഇനി അടുത്തത് ടോട്ടൽ ഐസോമറിന്റെ എണ്ണം. ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 raised to n minus 1 ആണ്. സോ 2 raised to n minus 1. So 2 raised to n minus 1 എന്ന് പറഞ്ഞാൽ 2 raised to 3 minus 1 that is equal to 2 raised to 2 that is equal to 4. അല്ലെങ്കിൽ നമുക്ക് എന്താ വിളിക്കാം? ആക്റ്റീവ് ഫോമിന്റെ എണ്ണം പ്ലസ് ഇനാക്റ്റീവ് ഫോമിന്റെ എണ്ണം ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമറുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഓൾ ഐസോമേഴ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കേസ് ഉണ്ട്. അതേപോലെ സിമെട്രിക്കൽ ആയിട്ടുള്ള ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ഫോം വരുന്ന കേസ് ഉണ്ട്. ആ ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ഫോം വരുന്ന കേസിൽ എല്ലായ്പ്പോഴും നമ്മൾ ഒരേ ഇക്വേഷൻ അല്ല ഉപയോഗിക്കുന്നത്. ഓഡ് നമ്പർ ഓഫ് കൈറൽ സെന്റർ ആകുമ്പോൾ ഒരു ഇക്വേഷനും ഈവൻ നമ്പർ ഓഫ് കൈറൽ സെന്റർ ആകുമ്പോൾ വേറൊരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ടന്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇതിൽ നിന്ന് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ 2018. ഓക്കെ, 2018 ജാം IIT ജാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് possible for the following compound. Okay, the following compound. Okay, താഴെ പറയുന്ന കോമ്പൗണ്ടിന്റെ പോസിബിൾ സ്റ്റീരിയോ ഐസോമറിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. The compound is given, that is PH, and what is PH? That is phenyl group CHOH, then CHOH, then PH. ഓക്കെ, സോ അപ്പൊ ഈ കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം ഇത് ഒപ്റ്റിക്കലി സിമെട്രിക്കൽ ഫോം ആണോ അൺസിമെട്രിക്കൽ ഫോം ആണോ. അൺസിമെട്രിക്കൽ ഫോം ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, സിമെട്രിക്കൽ ഫോം ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ സിമെട്രിക്കൽ ഫോം. കാരണം എന്താ സിമെട്രിക്കൽ ഫോം ആവാനുള്ള കാരണം ഇവിടെ PH ആണ്, അല്ലെ ഇവിടെ PH ആണ്, രണ്ട് സൈഡിൽ ഒരേപോലത്തെ ഗ്രൂപ്പാണ്, OH ഉണ്ട്. സോ ഇറ്റ്സ് സിമെട്രിക്കൽ ഫോം. ഇതിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഒക്കെ കിട്ടും. ഓക്കെ, നടുവിൽ വരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഒക്കെ കിട്ടും. അപ്പൊ ഇറ്റ്സ് സിമെട്രിക്കൽ ഫോം. സിമെട്രിക്കൽ ഫോമിൽ തന്നെ എത്ര കൈറൽ സെന്റർ ഉണ്ടെന്ന് നോക്കണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കൈറൽ സെന്റർ number 1 and this is the second chiral center number 2. So it's an even number. Even number ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2 raised to n minus 1 ആണ്. So that is here എന്താണ് ഇക്വേഷൻ വരിക? 2 raised to 2 minus 1 that is equal to എന്ത് വരും? 2 raised to 2 minus 1 equal to 2 raised to 1 that is equal to 2. So optically ആക്റ്റീവ് ഫോമിന്റെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോമിന്റെ എണ്ണം മീസോ കോമ്പൗണ്ടിന്റെ എണ്ണം എത്രയാണ്? മീസോ കോമ്പൗണ്ട് എണ്ണം എന്ന് പറയുന്നത് 2 raised to n by 2 minus 1 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 raised to 2 by 2 minus 1 that is equal to 2 raised to 0 equal to 1. So the total number of stereo isomers possible for this compound is total stereo isomer-ന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ ഓപ്ഷൻ 2, A എന്ന് പറയുന്നത് 2, B എന്ന് പറയുന്നത് 3, then C എന്ന് പറയുന്നത് 4, then D എന്ന് പറയുന്നത് 1. സോ ഇതായിരുന്നു 3 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമർ ടോട്ടൽ ഈക്വൽ ടു A plus M ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2 raised to n minus 1 plus 2 raised to n by 2 minus 1 that is equal to ഇവിടെ എത്ര വരിക? 2 plus 1 equal to 3 ആണ് വരിക. സോ ദ ആൻസർ വിൽ ബി ആൻസർ 3 വരുന്നതാണ്. 3 വരുന്ന ഓപ്ഷൻ ഏതാണ്? B ആണ്. ഓപ്ഷൻ B is the correct answer. Okay, so this is the question from 2018 IIT JAM. Okay, IIT ജാമിന് ചോദിച്ചുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പല എക്സാമിനേഷനും ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൽ വോയിസിനൊരു ക്ലാരിറ്റി പ്രശ്നം വന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വേറെ ടോപ്പിക് ആയിട്ട് കാണാം.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ?